ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, നല്ല അടിപൊളി രസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിനായിട്ട് 2 തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പച്ചമല്ലിയുടെ ഇല, ഒരു പച്ചമുളക്, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി, അത് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി രസത്തിൻ്റെ മസാലക്കൂട്ട് ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് അത് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പിലയും ആ രസത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, ചതച്ചെടുത്ത ആ കൂട്ടും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴറ്റി ഒന്ന് റെഡിയായിട്ട് വരുമ്പോഴേക്കും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർക്കാം. അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും പിന്നെ തക്കാളി അതും കൂടി ഒന്ന് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ആ എടുത്തു വെച്ച പുളി ഉണ്ടല്ലോ അത് പിഴിഞ്ഞതും കൂടി അങ്ങോട്ട് ഒഴിക്കുക. ആ പൊടി വെള്ളം അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിക്ക് നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു വരണം. അപ്പോൾ അത് തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഉപ്പെല്ലാം ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഞങ്ങൾ രസത്തിൽ കുറച്ച് പഞ്ചസാര ചേർക്കാറുണ്ട്, ചെറിയ മധുരത്തിന് വേണ്ടി. അപ്പോൾ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് നല്ലവണ്ണം തിളച്ച് പൊങ്ങി അങ്ങോട്ട് വരുമ്പോഴേക്കും ആ സ്റ്റവ് ഓഫ് ചെയ്ത് ആ പച്ചമല്ലി ഉണ്ടല്ലോ അതുകൂടി കട്ട് ചെയ്ത് ചേർത്ത് ഒന്ന് അടച്ചങ്ങോട്ട് വയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തുറന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ രസം റെഡിയാണ്.